കാസർകോട്ടെ മൗലവി വധക്കേസിലെ പ്രോസിക്യൂട്ടർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അവർ 4 പേരും കൂറുമാറിയത് കൊണ്ടൊരു കേസ് വെറുതെ വിടണോ? കാരണം അവർ കൂറുമാറിയത് കൊണ്ട് ഈ കേസിന് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. അവർ ഹിന്ദുക്കളാണെന്നും അവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള വിരോധം കൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് കുറ്റപത്രത്തിന്റെ തുടക്കം തന്നെ. ഈ കുറ്റപത്രത്തിന്റെ തുടക്കമോ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെയാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രസ്താവന നടത്തുന്നത്. പിന്നെ വിധി നോക്കിയപ്പോഴും തികച്ചും ദൗർഭാഗ്യകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം റിയാസ് മൗലവിയുടെ കേസ് വെറുതെ വിടാൻ ഒരു കാരണമായി വിധിയിൽ പറഞ്ഞിരിക്കുന്നത്, റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു. ആ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചില്ല. വളരെ ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാരണം റിയാസ് മൗലവി ഉപയോഗിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് നോക്കിയ ഫോൺ, ആ ഫോണിനെ കുറിച്ച് പ്രതിഭാഗത്തിന് ഒരു ക്രോസ് എക്സാമിനേഷനോ പ്രതിഭാഗത്തിന് എന്തെങ്കിലും ആ ഫോണുമായിട്ട് ഇയാൾക്ക് മറ്റാരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളൊരു കേസില്ല. 2, അങ്ങനെ പ്രതിഭാഗത്തിന് ഉണ്ടെങ്കിൽ ഇപ്പോഴും ആ ഫോണ് കോടതിയിൽ MO ആയി കിടക്കുന്നുണ്ട്, മുതലായിട്ട് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് പ്രതിഭാഗത്തിന് അങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ ഇത് അയച്ചുകൂടാ? പ്രോസിക്യൂഷൻ എല്ലാ ഡിഫൻസും മീറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? അതിന്റെ ആവശ്യകതയില്ലാന്ന് സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അപ്പോൾ ഒരു കാരണം പറഞ്ഞിരിക്കുന്നത് റിയാസ് മൗലവിയുടെ ഫോണ് അയച്ചില്ല എന്ന്. അതൊരിക്കലും പ്രതികളെ വെറുതെ വിടാനുള്ള ഒരു ഗ്രൗണ്ട് അല്ല. രണ്ടാമത്തത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ. 1-ാം പ്രതി നയിച്ച പ്രകാരം 1-ാം പ്രതിയുടെ വീട്ടിന്റെ അയലിൽ നിന്നും റിയാസ് മൗലവിയുടെ ബ്ലഡ് അടങ്ങുന്ന ഡ്രസ്സുകൾ പോലീസ് 27 റിക്കവറി പ്രകാരം സീസ് ചെയ്തിരുന്നു, ബന്ദോബസ്തിലെടുത്തിരുന്നു. അതിന് കാസർഗോഡ് 2 തഹസിൽദാർമാരും സാക്ഷികളാണ്. അത് അവിശ്വസിക്കാൻ 1-ാം പ്രതിയുടേതല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഡിഫൻസിന്റെ വാദപ്രകാരമല്ല. ഡിഫൻസിന് അങ്ങനെ ഒരു കേസില്ല അത് 1-ാം പ്രതിയുടേതല്ല എന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. 1-ാം പ്രതി പറയുന്നില്ല ഈ ഷർട്ടും ഈ മുണ്ടും എന്റേതല്ല എന്ന്. എന്നാൽ കോടതി പറഞ്ഞിരിക്കുന്നത് അത് 1-ാം പ്രതിയുടേതാണ് ഡ്രസ്സ് എന്ന് തെളിയിക്കാൻ 1-ാം പ്രതിയുടെ DNA എടുക്കണമായിരുന്നു. ഇന്ത്യൻ തെളിവ് നിയമത്തിൽ തെളിയിക്കപ്പെട്ട വസ്തുതകൾ, അഡ്മിറ്റ് ചെയ്ത വസ്തുതകൾ ഒരിക്കലും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. 1-ാം പ്രതിക്ക് ഒരിക്കലും ഇതെന്റെ ഡ്രസ്സല്ല എന്ന് ഒരു കേസ് ഇല്ലാത്ത കാലത്തോളം 27 റിക്കവറിയിലൂടെ എടുത്ത ഡ്രസ്സ്, അതിൽ റിയാസ് മൗലവിയുടെ രക്തം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ വന്നു എന്ന് 1-ാം പ്രതി എക്സ്പ്ലെയിൻ ചെയ്യണം. അതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. 3-ാമതായി പറഞ്ഞിരിക്കുന്നത് മോട്ടീവ് പരാജയപ്പെട്ടു എന്ന്. മോട്ടീവ് എന്ന് പറയുന്നത് 3 വസ്തുതകൾ കോടതിയിൽ നിരത്തിയിട്ടാണ് പ്രോസിക്യൂഷൻ മോട്ടീവ് തെളിയിച്ചിരിക്കുന്നത്. മോട്ടീവ് എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ്. മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിയുടെ മനസ്സിൽ ലോക്ക് ചെയ്തിരിക്കുന്ന സാധനമാണ് മോട്ടീവ് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ വളരെ സാഹസമായ ഒരു പ്രക്രിയയാണ്. എന്നിട്ടും 16/5/2016 ഇലക്ഷൻ സമയത്തും അതിനുശേഷം പള്ളിയുടെ അടുത്ത് വെച്ച് മറ്റൊരു ആളെയും, അതുപോലെ തന്നെ സംഭവം നടക്കുന്നതിന്റെ തൊട്ട തലേ ദിവസം ആ മേപ്പുകുരി ഷട്ടിൽ ടൂർണമെന്റ് അവിടത്തും ഒരു ബൈക്ക് മോഷ്ടിച്ച് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവിടുത്തെ ആളുകൾ കല്ലെറിഞ്ഞു. ഇവർ വന്ന് ദുർഗപരമേശ്വരി ടെമ്പിളിന്റെ അടുത്ത് വീണു. ഇവർക്ക് പരിക്ക് പറ്റി. അറസ്റ്റിന് ശേഷം ഈ പരിക്കുകൾ എങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടറോട് ഇവർ തുറന്നു പറയുന്നുണ്ട്. അതിന് കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവത്തിന് FIR ഇല്ലാന്ന്. വളരെ ബഹുമാനത്തോടെ എനിക്ക് ചോദിക്കാനുള്ള കാരണം ഒരു കാര്യം, ഒരു കോഗ്നൈസബിൾ ഒഫൻസിൽ മാത്രമേ FIR ഉണ്ടാവുള്ളൂ. അടി കിട്ടിയ ഒരാൾക്ക് പരാതിയില്ല, അടി മാത്രം കിട്ടി ഒരു 323 ഒഫൻസ് ആണെങ്കിൽ അതിൽ ഒരിക്കലും പരാതിക്കാരൻ പരാതി കൊടുക്കാത്ത കാലത്തോളം പരാതി ഉണ്ടാവില്ല. ആ പരാതിയില്ല എന്ന് പറഞ്ഞ് 3 മോട്ടീവും ഡിസ്കാർഡ് ചെയ്യുന്നതിന് പകരം ആ മോട്ടീവ് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന വസ്തുതയിലേക്കും കോടതി എത്തിയിട്ടില്ല. ഇതിലുപരിയായിട്ട് ഇനി മോട്ടീവ് തെളിയിക്കപ്പെട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക. ഞാൻ ഫയൽ ചെയ്ത ആർഗ്യുമെന്റ് നോട്ട്സാണ് ഇത് കോടതിയിൽ. ഈ ആർഗ്യുമെന്റ് നോട്ട്സിൽ ഞാൻ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചിന്റെ റൂളിംഗ് ഹാജരാക്കിയിട്ടുണ്ട്. അതായത് ഒരു ക്രിമിനൽ കേസിൽ മോട്ടീവ് തെളിയിക്കൽ നിർബന്ധമാണോ, ഇന്റൻഷനും നോളജുമാണോ പ്രധാനം, അതോ മോട്ടീവ് ആണോ എന്ന്. മോട്ടീവ് പരാജയപ്പെട്ട് കഴിഞ്ഞാലും ക്രിമിനൽ കേസിൽ കുഴപ്പമില്ല. ആ മോട്ടീവ് പരാജയപ്പെട്ട് കഴിഞ്ഞാലും രണ്ട് രീതിയിലും നമുക്ക് ആലോചിക്കാം. എന്നാൽ ആ വിധിപ്പകർപ്പുകൾ ഒന്നും തന്നെ അതായത് ഞാൻ സൈറ്റ് ചെയ്ത ആ ജഡ്ജ്മെന്റ് ഒന്നും തന്നെ വിധിപ്പകർപ്പിൽ കാണുന്നില്ല. ഇതിലുപരിയായിട്ട് ഇതിന്റെ അവസാനത്തെ പേജിന്റെ ഒരു 4-5 പേജിന് മുമ്പേ 1, 2, 3 പ്രതികൾക്കെതിരായിട്ടുള്ള 87 സാഹചര്യ തെളിവുകൾ, ഈ 87 സാഹചര്യ തെളിവുകൾ നിരത്തി എഴുതിയിട്ടുണ്ട്. ആ 87 സാഹചര്യ തെളിവുകൾ ജഡ്ജ്മെന്റിൽ എവിടെയും കാണുന്നില്ല. ഇതൊന്നും പരിശോധിക്കാതെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട്
ഇപ്പം ഇത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു തന്ത്രമായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും പോലീസും ഒത്തുകളിച്ചു എന്ന് പറയുന്നത് തികച്ചും ദൗർഭാഗ്യകരം. അതിലൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും റിയാസ് മൗലവിയുടെ കുടുംബവും അതുപോലെ തന്നെ ഈ പള്ളി കമ്മിറ്റിയും പോലീസിനും പ്രോസിക്യൂട്ടർക്കും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഇതിലെവിടെയാണ് വീഴ്ച പറ്റിയത് എന്ന് തുറന്നു പറയാനുള്ള തന്റെ ഇടം ഈ രാഷ്ട്രീയക്കാർ കാണിക്കണം. അപ്പീൽ ബോധിപ്പിക്കും. ആർക്കും മനസ്സിലാവുന്ന ഒരു വസ്തുതയാണ്. കാരണം ഒരു വിധിപ്പകർപ്പിൽ ഒരു പ്രതിയെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് ഒരു വിധിപ്പകർപ്പിൽ എന്താണ് വന്നുപെട്ടത് എന്ന് പരിശോധിക്കുന്നതിന് പകരം കേസ് വെറുതെ വിട്ട ഉടനെ പ്രോസിക്യൂട്ടറുടെയും പോലീസിന്റെയും തലയെടുക്കുക, അത് ഗവൺമെന്റിനെ കുറ്റം പറയാ. ഞാൻ പറയുന്നത്, ഞാൻ പിണറായി സർക്കാരിനെ അനുകൂലിക്കുന്ന പാർട്ടിക്കാരനായതുകൊണ്ടല്ല. എന്നാൽ UDFന്റെ നേതാക്കന്മാരടങ്ങുന്ന കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹാരിസ് ആണ് പള്ളി കമ്മിറ്റി നടത്തിപ്പിന്റെ അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തി. ഈ ഹാരിസിന്റെ കൂടെ അവിടെയുള്ള എല്ലാ പള്ളി കമ്മിറ്റിക്കാരും ഒന്നടങ്കം പ്രോസിക്യൂട്ടർക്കും പോലീസിനും വീഴ്ച പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒന്നും അറിയാത്ത, അതായത് ഒന്നും മനസ്സിലാകാത്ത പറയുന്ന രാഷ്ട്രീയക്കാരാണ് പറയുന്നത് ഇത് പ്രോസിക്യൂട്ടറെയും പോലീസിന്റെയും വീഴ്ചയാണെന്ന്. അത് തികച്ചും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഇന്നലെ കണ്ടു, സോഷ്യൽ മീഡിയയിൽ പ്രോസിക്യൂഷന് വീഴ്ച, പോലീസ്. കാരണം ഇത് പബ്ലിക്കിന് കൊടുക്കുന്ന മെസ്സേജ് ഇത് പ്രോസിക്യൂഷന്റെ തകരാറാണോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് അനേകം ഭീഷണികൾ നേരിട്ട കാസർഗോഡ് പല ട്രെയിനുകളും മാറി കയറി ഇവിടെ നിന്നും പുലർച്ചെ 3 മണിക്കും അവിടെ നിന്നും ഉച്ച സമയങ്ങളിലും രാത്രി സമയങ്ങളിലും തിരിച്ചു വന്ന് 7 വർഷക്കാലം ഈ കേസിൽ ജീവിച്ചതാ പോലീസും പ്രോസിക്യൂഷനും. എന്നിട്ടാണ് പറയുന്നത് ഇപ്പം പ്രോസിക്യൂട്ടർക്ക് പോലീസും ഒത്തുകളിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്, രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇന്നലെ അതായത് പ്രസ്താവനകൾ നടത്തിയ നേതാക്കന്മാർ പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ച പറ്റിയത് എന്ന് തെളിയിക്കാൻ അവർ ബാധ്യസ്ഥരാണ്? അവർക്ക് തെളിയിക്കാൻ പറ്റുമോ? അവർക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കോടതിയിൽ കിട്ടും. ഞാൻ ഫയൽ ചെയ്ത നോട്ട്സ് ഓഫ് ആർഗ്യുമെന്റ്സ് സുപ്രീം കോടതി വരെ എത്തുന്ന നോട്ട്സാണ്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി ഈ നേതാക്കന്മാർക്കൊക്കെ കിട്ടും, പ്രതിപക്ഷ നേതാവിനും കിട്ടും. അവർ കണ്ടെടുക്കട്ടെ, എന്നിട്ട് പറയട്ടെ പ്രോസിക്യൂഷൻ എവിടെയാണ് വീഴ്ച, പോലീസിന് എവിടെയാണ് വീഴ്ച. അല്ലാതെ വെറുതെ